ഗൈസ് ഇന്ന് ഉത്രാടം 1 നമ്മൾ ഇന്ന് രാത്രിയിലാണ് അങ്ങോട്ട് പൊളിക്കുന്നത്. വിളക്കൊക്കെ കത്തിച്ചങ്ങോട്ട് അത്തപ്പൂക്കളൊക്കെ ഒന്ന് വരച്ച് പൂവൊക്കെ പിച്ച് അത്തപ്പൂക്കളൊക്കെ ഇട്ടങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം നമ്മൾ അങ്ങോട്ട് വന്നതേ ഉള്ളൂ. നമ്മുടെ കസിൻ്റെ വീട്ടിൽ ഇപ്പോൾ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ അത്തപ്പൂക്കളം കാണിച്ചു തരാം. കസിൻ്റെ വീട്ടിൽ കാണിച്ചു തരാം. നമ്മുടെ അത്തപ്പൂക്കളം കാണിക്കട്ടെ. ബാ കണ്ടോ ഗൈസ്, എങ്ങനെയുണ്ട്? ഞാനാണ് ഗൈസ് ഹാപ്പി ഓണോ എന്ന് എഴുതിയത്. എല്ലായിടത്തും ഇട്ടില്ല, എല്ലായിടത്തും ഇങ്ങനെ ഇട്ട് വരുത്തതേ ഉള്ളൂ. നമ്മൾ ഇന്ന് നാളത്തേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുകയാണ് ഗൈസ്. നമുക്ക് വിശേഷങ്ങൾ നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണാം. കണ്ടോ ഗൈസ്, നാളത്തേക്കുള്ള പച്ചക്കറി എല്ലാം നമ്മുടെ അമ്മമ്മ ഇരുന്ന് അരിയുകയാണ്. പിന്നെ അരിയാൻ വേണ്ടി അപ്പം ഇപ്പം വരും ഗൈസ്. നമ്മുടെ ബേബീസൊക്കെ പോയി ഗൈസ്. അവരുടെ വീട്ടിൽ നാളെ വരത്തുള്ളൂ. അവരുടെ അച്ഛൻ്റെ വീട്ടിൽ പോയിക്കാണ് ഗൈസ്. നാളെ അവർ വരും. അന്നേരം നാളെ ഞങ്ങളിവിടെ ഗെയിമൊക്കെ കളിക്കും. നമ്മളൊരു ആഘോഷമല്ലേ ഓണമെന്ന് വെച്ചാൽ കേരളത്തിലൊരു ആഘോഷമാണ്. ജാതി മതം അങ്ങനെ ഒന്നുമില്ല, ആഘോഷിക്കുക നമ്മളെല്ലാവരും. നാളെ ചേട്ടനും ചേച്ചി എല്ലാവരും വരും. നമ്മൾ ആഘോഷമാണ് ഇവിടെ. നമ്മുടെ എല്ലാ അയലത്തുകാരൊക്കെ വിളിച്ച് നല്ല ആഘോഷമാണ്. നമുക്ക് കസിൻ്റെ വീട്ടിൽ പോയിന്ന് കണ്ടാലോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അവിടെ നിന്നതേ പെപ്സി കുടിക്കേണ്ടത് ഗൈസ്. പിന്നെ ഇത്രയും പൂവൊക്കെ ഞങ്ങൾ 2 രൂപയാണ് പൊളിച്ചിട്ട് ഞങ്ങൾ അവിടെ പൊളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഉണ്ടോ 2 ജമന്തിപ്പൂ, പിന്നെ റോസാപ്പൂ 2 കളറ്. ഇതാണ് കേട്ടോ എൻ്റെ മാമിയുടെ മോള്. ഇതാണ് തിരിച്ചെൻ്റെ മാമിയുടെ മോള്. ഞങ്ങൾ എൻ്റെ കസിൻസ്. പിന്നെ ഞാനിത് ഇച്ചിരി പറിച്ചിട്ട് ഞാനങ്ങ് പോയി ഗൈസ്. വ്ലോഗ് എടുക്കാനാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ നല്ല മഴ നടക്കുകയാണ് ഗൈസ് പുറത്ത്. ഗൈസ് പിന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. സാധനങ്ങളൊക്കെ വേവുകയാണ് ഗൈസ്. ഭയങ്കര മഴ ഗൈസ്. ഞാൻ പറഞ്ഞു ഓണം ഇപ്രാവശ്യം മഴ കൊണ്ടുപോയെന്ന് പറഞ്ഞു. കാര്യം പോയി. അതെ, ഭയങ്കര മഴ. നമ്മൾ പുറത്തൊക്കെ ഭയങ്കര മഴ നടക്കുകയാണ്. മഴ പെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോഴെങ്ങും തീരാത്ത മഴയാണ് ഈ ഉത്രാടത്തിന് പെയ്യുന്നത്. ആലോചിക്കുക, നാളെ രാവിലെ നമ്മൾ വാങ്ങിച്ച ഉടുപ്പൊക്കെ എടുത്തിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കിന് നനഞ്ഞൂറ്റി വാരുമായിരിക്കും. മഴ ഇല്ലായിരുന്നാൽ മതി എൻ്റെ മാവേലിന്ന്. ദൈവമേന്ന് വിളിക്കുക മാവേലി. അതെ ഗൈസ്, ഞങ്ങൾ ലൈക്കൊക്കെ തരണേ ഗൈസ്.